ബലാത്സംഗം കഴിഞ്ഞ് ഫ്ലാറ്റ് വാങ്ങിക്കാൻ പൈസ കൊടുത്തു. റൂം ബുക്ക് ചെയ്ത് രാഹുലിനെ വിളിച്ചു വരുത്തി. ഇതെങ്ങനെ പീഡനമാവും എന്ന് കോടതി. ഹലോ ബോയ്സ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയ്ക്ക് തിരിച്ചടി. കേസ് ഫുള്ള് പഠിച്ചിട്ടും എവിടെയാണ് ഈ പീഡനം നടന്നിരിക്കുന്നതെന്ന് കോടതിക്ക് ഇതുവരെ മനസ്സിലായില്ല. രാഹുലിന്റെ മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി തുടർച്ചയായിട്ട് രാഹുലിനെതിരെ ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അല്ലെങ്കിൽ കരിയർ, പേഴ്സണൽ ലൈഫ്, ഇമേജ് ഇത് എങ്ങനെ തകർക്കാം എന്നത് നോക്കി ഇരിക്കുന്ന കുറെ ആളുകൾ ചുറ്റുമുണ്ട്. ഇത് മീഡിയയും പോലീസും സർക്കാരും ചേർന്ന് രാഹുലിനെ ഒരു മൂലക്കിരുത്താൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയമില്ല. കാരണം കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ പീഡനം എവിടെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം പരസ്പര സമ്മതത്തോടു കൂടി രണ്ടുപേർ തമ്മിൽ ഉണ്ടായ ഒരു ബന്ധത്തെ പീഡനമാക്കി മാറ്റുകയാണ് എന്നത് കോടതിക്ക് വ്യക്തമായി. കോടതി പറയുന്നത് അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോടു കൂടി നടന്ന ഒരു ലൈംഗിക ബന്ധത്തെ പീഡനമായിട്ട് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വെറും അധാർമികതയുടെ പുറത്ത് കേസെടുക്കാൻ കോടതിക്ക് കഴിയില്ല. ഇത് പ്യുവർലി അസൂയ, ഞങ്ങൾക്ക് കിട്ടാത്തത് അവനും കിട്ടണ്ട എന്ന ഒരു ഫീലിംഗ്. ഈ ഫീലിംഗിന്റെ പുറത്താണ് ഈ രാഹുലിനെ ഒതുക്കാൻ ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. പുരുഷനെ ഒതുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം സ്ത്രീയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കളി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ, സത്യം ജയിക്കട്ടെ, എല്ലാ പുരുഷന്മാർക്കും നീതി ലഭിക്കട്ടെ. ജയ് മെൻസ് കമ്മീഷൻ. ഫോളോ 2XL ഫോർ മോർ.